എന്താണ് പി സി അങ്ങയുടെ ഒരു ദൗത്യം ബി ജെ പിയിൽ? എൻ്റെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ സ്നേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ LDFും UDFും ആണ് മാറി മാറി ഭരിക്കുകയാണ്. BJP അവിടെ മക്കണ്ട് തുറക്കാൻ പോലും സമ്മതിക്കുക. എന്താ രണ്ടും ഒന്നിക്കും അന്നേരം. പിണറായി കോൺഗ്രസുമായിട്ട് രണ്ടായിട്ട് നിൽക്കും, സമയമാകുമ്പോൾ രണ്ടും കൂടെ ഒന്നിക്കും. എന്നിട്ട് BJP വരാതിരിക്കുക. ഇങ്ങനെ ഇത് കേരളം കൊള്ളയടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ രണ്ടും കൂട്ടരും കൊള്ളയടിക്കുക. അതൊക്കെ ഇപ്പോൾ വരും ദിവസങ്ങൾ തെളിയിക്കപ്പെടാൻ പോവുക. ഈ കൊള്ളയ്ക്കകത്ത് ഇതിനെതിരായിട്ട് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണേണ്ട കാര്യം, മോദി എന്ന് പറയുന്ന അതുല്യ പ്രതിഭ പ്രയോഗിക്കാൻ പറ്റുമോ? മോദിജി ഒരു സത്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് ഒരു ഭാരതീയനും അഭിമാനമാണ്. ലോകരാഷ്ട്രത്തിന് മുമ്പിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റിയവനാണ് മോദിജി. ആ മോദിജിയുടെ പാർട്ടിയെ ഇവിടെ വരാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേട്ടം നമുക്ക് കിട്ടുമെന്ന് നോക്കണ്ടേ? സമ്മതിക്കില്ല. സത്യത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലും കാശ് കൊടുക്കുന്ന കേന്ദ്രമാണ്. ആർക്കറിയാം? അതെല്ലാം പിണറായി കൊടുക്കുന്ന, അല്ലെ കോൺഗ്രസ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ നീങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ BJPയിൽ നേരിട്ട് ചേരുക നല്ലത്. എന്തിനാണ് ഈ ഏച്ച് കെട്ടിപ്പോകുന്നു? ഏച്ച് കെട്ടിപ്പോയിട്ട് ഒരു ഗുണമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ 2015 മുതൽ ഒരു മുന്നണിയായിട്ട് ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നവരാണ്. 16-ലെ തെരഞ്ഞെടുപ്പ് ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അല്ല, ഒരു മുന്നണിയായിട്ട് ഒരു ബന്ധമില്ല. അത് പലരും പറയുന്നത് മാറി ഞാൻ മാറി ഒരു മുന്നണിയും ചേർന്നില്ല. ഒരു മുന്നണി സ്ഥാനമാനത്തിന് വേണ്ടി ഒന്നും വേണ്ടിയില്ല. VS അച്യുതാനന്ദൻ്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട മന്ത്രിയാകാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണേ ആകാമായിരുന്നല്ലോ. പിണറായിക്ക് ആ വൈരാഗ്യമാണ്, VSൻ്റെ ആളാണെന്ന് പറഞ്ഞ് അയാളുടെ ശത്രുത. അപ്പോൾ പിന്നെ കോൺഗ്രസുമായിട്ട് സഹകരിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് വന്ന് എനിക്ക് മാണിയും കോൺഗ്രസും എല്ലാം കൂട്ടയടി. എനിക്ക് ഈ അടി മഴക്കുണ്ടാക്കാൻ നേരമില്ല. അവിടെ ഈ ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുണ്ടല്ലോ, രമേശ് ചെന്നിത്തല, ഇവരെല്ലാം കൂടെ വന്ന് മാണിയോടും ജോസഫോടും പറഞ്ഞ് ഓരോ 3 മന്ത്രിസ്ഥാനം ഇത് ആകാൻ പറഞ്ഞു. ജോസഫ് നിർബന്ധിച്ച് 2 മന്ത്രിസ്ഥാനം മതി. ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ടിയുടെ 2 മന്ത്രിസ്ഥാനം എനിക്ക് ആവശ്യമില്ലെന്ന്. ഉമ്മൻചാണ്ടി മാത്രമല്ല, കുഞ്ഞാലി വളരെ നിർബന്ധമായി പറഞ്ഞു. പാലക്കാട് തങ്ങൾ പോലും പറഞ്ഞു ജോറിനെ കൂടെ മന്ത്രിയാക്കി ഒരു മര്യാദയാണ്. അപ്പോൾ എൻ്റെ പാർട്ടി പറഞ്ഞു വേണ്ട. ഞാൻ വഴക്കുണ്ടാക്കിയില്ലല്ലോ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്ന ബോധ്യപ്പെട്ടതാണ് ഈ കാര്യം.